ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് പിന്നാലെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിരീക്ഷണം. വിദ്യാർത്ഥികളും അധ്യാപകരും നിർബന്ധമായി മാസ്ക് ധരിക്കണം. അസംബ്ലികളിലും യോഗങ്ങളിലും സാമൂഹിക അകലം പാലിക്കണം. ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾ അകലം പാലിച്ചിരിക്കണം. സ്കൂളുകളിൽ സാനിറ്റൈസേഷൻ സംവിധാനം ഒരുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കർണാടക ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 23 പുതിയ കോവിഡ് കേസുകളാണ് കർണാടകയിൽ സ്ഥിരീകരിച്ചത്. ഇതോടെ 105 പേരാണ് കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. 85 പേർ വീടുകളിലും 25 പേർ ആശുപത്രിയിലുമാണ്. 24 മണിക്കൂറിൽ 2263 കോവിഡ് ടെസ്റ്റുകളാണ് നടത്തിയത്. അതേസമയം ക്രിസ്മസിനും പുതുവത്സരാഘോഷങ്ങൾക്കും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനം. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്യുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ കേരളത്തിന്റെയും മഹാരാഷ്ട്രയുടെയും അതിർത്തി പ്രദേശങ്ങളിലെ ആശുപത്രികളിൽ നിരീക്ഷണം ശക്തമാക്കും. മുതിർന്ന പൗരന്മാർക്ക് മാസ്ക് നിർബന്ധമെന്ന ചട്ടം തുടരും. കോവിഡ് ടെസ്റ്റിന്റെ നിരക്ക് കൂട്ടാനും തീരുമാനമുണ്ട്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.